ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം അതിനായിട്ട് നമുക്ക് കുറച്ച് ഈസ്റ്റ് പൊങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 240 ml കപ്പിൽ 1 കപ്പ് കുറച്ച് കൈ വെച്ച് നോക്കുമ്പോഴത്തേക്കും കൊള്ളുന്ന രീതിയിലുള്ള ഒരു ചൂടുള്ള പാലെടുക്കണം. അപ്പോൾ ആ പാലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ജസ്റ്റ് ഒന്ന് അലിയിച്ച് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 2.25 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 500 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ മൈദ. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 50 ഗ്രാം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ചേർക്കേണ്ടത്. ഇത് എല്ലാം കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ബട്ടർ ഈ കംപ്ലീറ്റ് മാവിലും കോട്ട് ചെയ്യുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പ് മാവിൽ വേണമെങ്കിലും ചെയ്യാം. ഈ രീതിയിൽ തന്നെ ചെയ്താൽ മതി. നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഈസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈസ്റ്റ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഈസ്റ്റിൻ്റെ മിക്സ് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈസ്റ്റ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ലൂസായിട്ട് തന്നെ കുഴക്കണം. അപ്പോൾ ഈ പാല് കംപ്ലീറ്റ് അതിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഒരു 1/4 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം തികഞ്ഞില്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ 1.25 കപ്പ് കറക്റ്റായിട്ട് ഇരുന്നു. എന്നിട്ട് ഇനി അത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. എങ്കിലേ ആ ബ്രെഡ് ശരിക്കും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ലതുപോലെ ബറോട്ടയ്ക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ശരിക്കും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 2 മണിക്കൂർ പൊങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ കുറച്ച് വലിയൊരു ബൗൾ എടുക്കണം. അപ്പോൾ അപ്പോഴേ മാവ് പൊങ്ങി വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ടിരിക്കുകയുള്ളൂ. എന്നിട്ട് അതിലേക്ക് ചുറ്റിലും ഓയിൽ പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഈ മാവ് അതിലേക്ക് വെച്ചിട്ട് മാവിൻ്റെ മുകളിലും കൂടി ഒന്ന് ഓയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം. ഒന്ന് ടൈറ്റായിട്ട് അടച്ചിട്ട് 2 മണിക്കൂർ പൊങ്ങാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും കണ്ടില്ലേ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ഒന്ന് പരത്തി കൊടുക്കണം. ഒന്ന് സ്ക്വയറായിട്ട് പരത്തി കൊടുക്കണം. ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടുന്ന രീതിയിൽ പരത്തി കൊടുക്കാം. നല്ല തിന്നാക്കണ്ട, കട്ടിക്ക് തന്നെ പരത്തിയാൽ മതി. പക്ഷേ സ്ക്വയറായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ബ്രെഡ് പാനിൽ വയ്ക്കത്തക്ക അളവിൽ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതുപോലത്തെ ഒരു ബ്രെഡ് പാൻ എടുത്തിട്ട് അതിലേക്ക് ചുറ്റിലും ഓയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഈ മാവ് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുകളിൽ കുറച്ചും കൂടി ഒന്ന് ഓയിൽ പുരട്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കാം. അടച്ചിട്ട് ഇത് പാന് മൊത്തം ഇങ്ങനെ പൊങ്ങി വരുന്ന രീതിയിലാവണം. ഒരു 5-10 മിനിറ്റൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും മാവ് പൊങ്ങിക്കോളും. അത്രയും സമയത്ത് ഇതൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി കവറ് മാറ്റിയിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും ബേക്കായി കിട്ടും. ആവണമെന്നില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കേക്കൊക്കെ സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യുന്ന പോലെ അങ്ങനെയും ചെയ്തെടുക്കാം. ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബ്രെഡ് നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലും കൂടി കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ബ്രെഡ്. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് തയ്യാറാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.